അടുത്തൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കാലിന് ഭയങ്കരമായിട്ടുള്ളൊരു വലിയ മുറിവായിരുന്നു. കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പല മരുന്നുകൾ തേച്ച് നോക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. എല്ലാവരും പറയുന്നു അത് വെരിക്കോസ് അൾസർ ആണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടറെ. ചിലർ പറയുന്നു അതിനി എന്തെങ്കിലും ചെയ്ത് മാറ്റണം, സർജറി ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടി വരും. എനിക്കതൊക്കെ പേടിയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കറക്റ്റ് ഫോളോ അപ്പും കറക്റ്റായിട്ട് അവർക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വിത്തിനൊരു അത്രയും വലിയൊരു മുറിവ് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെരിക്കോസ് അൾസർ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചത്. എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നുള്ളതും, ഇത് ഫസ്റ്റായിട്ട് പൊട്ടാൻ തുടങ്ങി, എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ്. അതിൻ്റെ മുന്നൊക്കെ ഞാൻ വേദനയാണ് ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ശരിക്കും എനിക്ക് പണി കിട്ടിയത് ഇത് മുറിവായി, എനിക്കിത് കൺട്രോളിൽ നിൽക്കണില്ല. ചിലപ്പോൾ പെട്ടെന്ന് മുറിവായി ഇങ്ങനെ ബ്ലീഡിങ് വരുന്ന അവസ്ഥയായിരുന്നു. ചിലപ്പം ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് അത് ഇങ്ങനെ വലുതായി വരിക എന്നല്ലാതെ മുറിവ് ചുങ്ങിപ്പോവാത്തൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഡോക്ടർ ഇത് കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഡയലോഗായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ആക്ച്വലി മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെരിക്കോസ് വെയിൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു അൾസറിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അത് കംപ്ലീറ്റ് ആയിട്ട് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനും ആക്ച്വലി നമുക്ക് മെഡിസിൻസ് കൊണ്ടും അതേപോലെ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോബിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലക്ഷണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ പറയാനുള്ളത്, തുടക്കത്തിൽ അവർക്ക് ഫീൽ ചെയ്യുക കാല് ഭയങ്കര വെയിറ്റ് കൂടിയ പോലെ, എന്താണെന്നറിയില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു വെയിറ്റ് വിട്ട് വെക്കുന്ന പോലെയാണ്, ഭയങ്കര വേദനയാണ് എന്നൊക്കെയാണ് പറയുക. അതേപോലെ ചില ആളുകൾ പറയും കാലിങ്ങനെ നരമ്പ് ചുരുണ്ട് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചില ആളുകൾക്ക് പറയാറുള്ളത് കാലിലിങ്ങനെ ചെറിയ സ്പൈഡറിൻ്റെ പോലെ, അതായത് എട്ടുകാലിൻ്റെ പോലത്തെ വെയിൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ എട്ടുകാലിൻ്റെ പോലത്തെ നിറത്തിൽ, ചുവന്ന നിറത്തിൽ, നീല നിറത്തിലൊക്കെ വെയിൻസ് കാണുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അസഹനീയമായിട്ട് ആ ഭാഗങ്ങളിൽ, അതായത് വെരിക്കോസ് വെയിൻ വരുന്ന ആ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അതേപോലെ ചില ആളുകൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, സഹിക്കാൻ പറ്റാത്ത വേദന, അത് ഭയങ്കര ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന വേദനയെന്നാണ് പറയുക. അതേപോലെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യുക ആ ഭാഗത്ത് എന്താ ഭയങ്കര സ്വെല്ലിംഗ് ആയിട്ട്, അതായത് ഇപ്പം രാവിലെ കുറയും, രാത്രി ആകുമ്പോഴേക്കും കാലങ്ങ് നീര് വെച്ച് ഭയങ്കരമായിട്ട് വരാറുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതേപോലെ ചില കേസുകളിൽ ആളുകൾക്ക് രാത്രി അസഹനീയമായിട്ടുള്ള വേദന, ക്രാംസ് പോലുള്ള വേദന വരാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ബേസിക്കലി നമുക്ക് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വാൽവുലാർ ഡിഫക്റ്റ് ആണ്. അതായത് നമുക്കറിയാം ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണം അതാണല്ലോ അല്ലേ. അപ്പം ഈ എന്ത് സാധനത്തിനെയും ഭൂമിയിലേക്ക് വലിക്കുക എന്നുള്ള അതേപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് ശരിക്കും ഇവിടെയാണ്. അപ്പം ഈ താഴെ കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ മേലോട്ട് പമ്പ് ചെയ്താണ് ആക്ച്വലി, അതായത് ഓരോ വാൽവിലേക്ക് പമ്പ് ചെയ്യും, താഴത്തെ വാൽവ് ക്ലോസ് ചെയ്യും, വീണ്ടും പമ്പ് ചെയ്യും, താഴത്തെ വാൽവ് ക്ലോസ് ചെയ്യും. അങ്ങനെ ഈ വാൽവുകൾ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആക്ച്വലി താഴെ നമ്മളെ കാലിലുള്ള ബ്ലഡ് നമ്മളുടെ ഹൃദയത്തേക്ക് എത്തണം. അങ്ങനെയാണ് ആക്ച്വലി നമുക്ക് കറക്റ്റ് സർക്കുലേഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ വാൽവുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ അടയണം, ഈ അടയുന്ന ഭാഗത്ത് കറക്റ്റ് അടയ്ക്കാൻ പറ്റാതെ അതിൽ ആ ഒരു ഡിഫക്റ്റ് വരുമ്പം എന്താണ്, മേലെന്ന് ബ്ലഡ് താഴത്തേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലും. ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താഴെ പൂളിംഗ് ഓഫ് ബ്ലഡ്, അതായത് ബ്ലഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മളുടെ വെയിൻസിൽ. ഇത് ഒരുപാട് കാലം ഇതേപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ജനറ്റിക്കലി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ജനറ്റിക് അല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒരുപാട് സമയം നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സമയം ഒരേപോലെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ അവസ്ഥ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് കാണുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പണി കഴിയട്ടെ എന്നിട്ട് വേണം ഞാനൊന്ന് ഇരിക്കാൻ എന്നുള്ള ധാരണയിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. അതേപോലെ തന്നെ ടീച്ചർമാരിൽ, അതേപോലെ തന്നെ ഇപ്പം വാച്ച്മാനായിട്ട് നിൽക്കുന്ന ആളുകളിൽ, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരുപാട് സമയം ഒരുപോലെ നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് ഇരിക്കുന്ന ആളുകൾക്കും ഈ ഒരു ചാൻസസ് കൂടുതലാണ്.
അതേപോലെ നല്ല തടിയുള്ള ആളുകൾക്ക്, ഒബിസിറ്റി ഉള്ള ആളുകൾക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രഗ്നൻസിക്ക് ശേഷം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രായം കൂടും തോറും വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഒരു സർജറി ഇല്ലാണ്ട്, അതായത് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ സർജറിയിലേ മാറുള്ളൂ വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. പക്ഷെ സർജറി ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട അത്രയും ഒരവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഇതിനെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ കംപ്രഷൻ സോക്സ് വാങ്ങുക എന്നുള്ളതാണ്. അതായത് താഴത്തേക്കുള്ള കൂളിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് മേലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടും ആ ഒരു സർക്കുലേഷൻ, അതായത് ബ്ലഡ് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കംപ്രഷൻ സോക്സ് വാങ്ങിയിടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. നിങ്ങൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നടക്കുക, നീന്തുക, അതേപോലെ സൈക്കിൾ, ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വ്യായാമങ്ങളാണ്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ഇരിക്കുന്നതും നിൽക്കുന്നതും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയണ എത്ര ഹൈറ്റിലാണോ വെക്കുന്നത് അതിൻ്റെ ഡബിൾ ഹൈറ്റിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ തലയണ വെക്കാം, വേറൊരു തലയണ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഹീൽസ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഹീൽസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കാരണം ഈ പറയുന്ന പ്രഷർ നിങ്ങളുടെ കാലിലേക്ക് കൂടുതൽ വരാനുള്ള ചാൻസസ് ഇത് കാരണം കൂടുതലാണ്. അപ്പം ചില ആളുകളിൽ ഇതിപ്പം സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും സർജറിയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്തതുകൊണ്ട് സർജറിയിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നു, പറഞ്ഞാൽ അത്രയും പെയിനാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവസാനം അവർ സർജറി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ആളുകൾക്ക് വീണ്ടും ഇത് വരാറുണ്ട്. അതായത് ഇതേ വാൽവുലാർ എഫക്റ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിപ്പോൾ മാറിക്കഴിഞ്ഞാലും വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൊണ്ട് നടക്കുന്നത്, നിങ്ങളുടെ തടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, റെഗുലേറ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ ഒരേ രീതിയിൽ നിൽക്കുകയാണ്, ഒരേ രീതിയിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സർജറി ചെയ്താലും പുതിയ വെയിൻസ് അതിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പുതിയ വെയിൻസിലും ഇതേപോലെ വരാൻ, നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണെങ്കിൽ പുതിയ വെയിൻസിലും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ബേസിക്കലി എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിലാണ് കാര്യമായിട്ട്, അതായത് 2-3% കൂടുതൽ സ്ത്രീകളിൽ തന്നെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. പ്രായമുള്ളവരിൽ, അതേപോലെ തന്നെ ടീച്ചേഴ്സ്, നഴ്സസ്, അക്കൗണ്ട് സ്റ്റാഫായിട്ട് മുന്നിൽ നമ്മൾ ഓരോ കടകളുടെ മുന്നിൽ നിന്ന് പണിയെടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. അതേപോലെ തന്നെ നല്ല തടിയുള്ള ആളുകളിലൊക്കെ ഇവരൊക്കെ നല്ല രീതിയിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേപോലെ ഇതിൽ പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുന്നതിൻ്റെ മുന്നേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം നിൽക്കുന്ന ഒരാളാണ്, ഒരുപാട് നേരം ഇരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് നോക്കിയിട്ടില്ല വെച്ചാൽ എനിക്കിനി ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് എക്സസൈസ് ഉണ്ട്. അത് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ച് നിങ്ങളുടെ പൂളിംഗ് ഓഫ് ബ്ലഡിനെ ഇല്ലാണ്ടാക്കി തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ ഇതിനെ കറക്റ്റായിട്ട് പമ്പ് ചെയ്ത് കൊണ്ടു നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ഉണ്ട്. അതിലൊന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്കിംഗ് ആണ്. 2 നിങ്ങൾ സൈക്ലിങ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുക, കാഫ് റേസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം, അതായത് ഇപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ അറ്റത്ത് നിങ്ങൾ കാൽപാദം വെച്ച്, അതായത് നിങ്ങളുടെ ടോസിൽ മാത്രം, നിങ്ങളുടെ ഈ ഒരു വിരലിൽ മാത്രം നിന്നിട്ട് നിങ്ങളുടെ ബാക്കിലെ ഹീല് പൊന്തിക്കുക, താത്തുക, വീണ്ടും ഹീല് പൊന്തിക്കുക, താത്തുക. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്കിലുള്ള ഈ ഒരു ഭാഗത്ത്, അതായത് നിങ്ങളുടെ കാലിൻ്റെ ബാക്കിലുള്ള കാഫ് മസിൽസിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും, അത് ആ ഒരു ക്രാമ്പിങ്, അതായത് നമ്മളൊരു പൈപ്പിന് നമ്മൾ പീച്ചി, അതായത് ആ ഒരു സ്ക്വീസ് ചെയ്തിട്ട് അതിൽ നിന്ന് ബ്ലഡിന് മേലോട്ട് പറഞ്ഞയക്കുകയാണ് നമ്മളതിൽ ചെയ്യുന്നത്. സോ അതേ എഫക്റ്റാണ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതും ഡെയിലി ബേസിസിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള യോഗ പൊസിഷൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതായത് ഈ യോഗ പൊസിഷൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പൂൾ ചെയ്ത് കിടക്കുന്ന ബ്ലഡിനെ തിരിച്ച് സർക്കുലേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഹാർട്ട് അറ്റാക്കും ഈ വെരിക്കോസ് വെയിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഡയറക്റ്റ്ലി ഇത് തമ്മിൽ ബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡീപ്പ് വെയിൻസിൽ പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ബ്ലഡ് ഇങ്ങനെ കട്ട കുത്തി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലുള്ള കട്ടകൾ, നമ്മൾ പറഞ്ഞപ്പം രക്തമൊക്കെ കട്ടായി നിൽക്കുന്ന കട്ടകൾ നിങ്ങളുടെ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹാർട്ടിലേക്കും നിങ്ങളുടെ ലങ്സിലേക്കൊക്കെ പോയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഈ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ലങ് എംബോളിസം ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്.
പിന്നെ അതേപോലെ പറയാനുള്ളത്, ചില ആളുകൾ ചോദിക്കുക എന്താണ് ഡോക്ടർ അപ്പോൾ ഇത് ഈ ഒരു കേസിൽ ഞങ്ങൾ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതെന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അത് നമ്മൾ പറയുന്ന തവിടോടുകൂടെയുള്ള അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ തവിടോടുകൂടെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ വൈറ്റമിൻ സി ആയിട്ടും വൈറ്റമിൻ ഇ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ അവക്കാഡോ, ഓറഞ്ച്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ് പോലെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ പറയാനുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അതായത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അംശം കുറയുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പറയാനുള്ളത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സ്, അതേപോലെ തന്നെ ഹൈ ഷുഗർ ആയിട്ടുള്ള ഹൈ സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ആൽക്കഹോളിസം, സ്മോക്കിംഗ്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ നീർക്കെട്ടുകൾ കൊണ്ടുവരാനും അതേപോലെ തന്നെ ഈ ഒരു ജനറ്റിക് അല്ലാത്ത ഒരു രീതിയിൽ നിങ്ങൾക്ക് വാൽവുലാർ ഡിഫക്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം ഇനി ഇതെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ അറിയാണ്ട് നിങ്ങളൊരു വെരിക്കോസ് അൾസറിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യം ഇല്ല. അതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങളതിനെ ഡ്രസ്സ് ചെയ്ത് വെക്കുന്നുണ്ട്, ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങളുടെ തടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഭാരം കുറച്ച് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടന്ന ഫുഡ് നിങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് മെഡിസിൻസിൻ്റെ കൂടെ ഇതിനെ കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.